വെൽക്കം ടു മിറക്കിൾ ഡേ ഗ്ലോബൽ മീഡിയ. മിറക്കിൾ ഡേ ഗ്ലോബൽ മീഡിയയിൽ കൂടി ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവരുടെയും ജീവിതത്തിൽ വലിയൊരു ബ്ലെസ്സിങ് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സ്പോൺസർക്കായിട്ട് നമ്മൾ ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പിസോഡിലേക്ക് ഒരുമിച്ച് കടന്നു വരാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ജനലക്ഷങ്ങളുടെ അനുഗ്രഹത്തിനായിട്ട് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ഈ പ്രിയ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അതിശയകരം ഇപ്പോൾ ഈ ഭവനത്തിൽ ഇറങ്ങി വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിശയങ്ങൾ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിലെ ആവശ്യങ്ങളെല്ലാം അത്ഭുതകരമായി നിറവേറ്റപ്പെടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ബ്ലെസ്സിങ്സും ഈ വീട്ടിൽ വെളിപ്പെട്ട് വരട്ടെ. മക്കളുടെ മേൽ, പ്രിയപ്പെട്ടവരുടെ മേൽ അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിച്ചതിനായിട്ട് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, തുടർന്ന് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വരുമ്പോൾ വളരെ പ്രതീക്ഷയോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. അവസാനം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിശയങ്ങൾ നമുക്ക് വേണ്ടി സംഭവിക്കാൻ വേണ്ടി പോകുന്നു. Let us come to the message now. Ephesians chapter 3 and verse number 20. Read it in here. Hallelujah. God will do exceeding and abundantly more than we think or we imagine. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ, according to the power that is working in us. നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. One thing we need to know, God is able to do immeasurably more than we think or we ask or we imagine. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കർത്താവ് ശക്തനാണ്. According to the power that is working in us. നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. We should know one thing. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, This scripture is a conditional scripture. ഈ വചനത്തിൽ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു എന്നാൽ ഒരു പദം വെച്ചിട്ടുണ്ട്. Nothing is impossible to a child of God. ദൈവ പൈതലിന് ഒന്നും അസാധ്യമായതില്ല. All things are possible. സകലതും സാധ്യമാണ്. But one thing, എന്നാൽ ഒരു കാര്യം, we need the power. നമ്മുടെ ഉള്ളിൽ ശക്തി ആവശ്യമാണ്. How we can generate the power in us. നമ്മുടെ ഉള്ളിൽ ഈ ശക്തി എങ്ങനെയാണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത്? So this is a very important issue. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. Many people when comes to pray with me, പലരും എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ they say, brother, why this is not happening in my life? അവർ എന്നോട് ചോദിക്കാറുണ്ട്, ബ്രദറെ, ഈ വിടുതൽ എന്തുകൊണ്ടാണ് എനിക്ക് നടക്കാത്തത്? It is simple. അത് വളരെ സിമ്പിൾ ആണ്. They don't have the power of God in them. അവരുടെ ഉള്ളിൽ ആ അത്ഭുതം നടക്കാനുള്ള ശക്തിയില്ല. People are filled with negative thoughts. അവരുടെ ഉള്ളിൽ മുഴുവനും അവിശ്വാസം നിറഞ്ഞിരിക്കുകയാണ്. Negative imagination. അവിശ്വാസത്തിന് തെറ്റായിട്ടുള്ള ചിന്തകൾ നിറഞ്ഞിരിക്കുകയാണ്. They are rich, they are poor inside and they are poor outside also. അവർ അകത്തും പുറത്തും ഒരുപോലെ ദരിദ്രന്മാരാണ്. They are sick inside and outside sick also. അവർ അകത്തും പുറത്തും ഒരുപോലെ രോഗികളാണ്. So in both way they are carrying negative things. രണ്ട് രീതിയിലും അവർ ഇതുപോലെ തകർച്ചകൾ വഹിക്കുന്നവരാണ്. No, we should be very careful that the Bible says in Matthew chapter 12 and verse number 35. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, out of the abundance of heart mouth speak. ഹൃദയം നിറഞ്ഞ കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത്. Everybody say with me, out of the abundance of heart mouth speak. എന്നെ കൂടെ ചേർന്ന് ഈ വചനം ശബ്ദം ഉയർത്തി പറഞ്ഞാലും, ഹൃദയം നിറഞ്ഞ കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത്. Yeah, we need to know one thing, what we are full of. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയം എന്തുകൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. And that is why many business people, അതുകൊണ്ടാണ് പല ബിസിനസ് ആളുകളും many business are becoming failures because they are seeing the failure inside. പല ബിസിനസ്സും തകരാനുള്ള കാരണം അവർ ഈ തകർച്ചകളെ ഉള്ളിൽ കാണുന്നത് കൊണ്ടാണ്. Hallelujah. ഹല്ലേലൂയ. The other day I was using an example. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഉദാഹരണം എടുത്തു പറഞ്ഞു. Suppose a medical doctor, ഒരു മെഡിക്കൽ ഡോക്ടർ, if that medical doctor if he lost his certificate, തന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നിരിക്കട്ടെ, if he lost his medical equipment, തന്റെ ഉപകരണങ്ങളെല്ലാം നഷ്ടമായി പോയി എന്നിരിക്കട്ടെ, still he is a doctor. എന്നിട്ടും ആ വ്യക്തി ഡോക്ടർ തന്നെയാണ്. We should know one thing, the doctor is not outside, but the real doctor is inside. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ മനുഷ്യൻ ഡോക്ടർ ആയിരിക്കുന്നത് പുറമേ അല്ല, എന്നാൽ അകമേയാണ് ഡോക്ടർ ആയിരിക്കുന്നത്. Amen.
Hallelujah. As long as he is having the doctoral training and mentality in his mind, ഈ ഡോക്ടറിനെ കുറിച്ചുള്ള ഒരു പരിശീലനവും ആ ഒരു മനോഭാവം ഈ വ്യക്തിയിൽ ഉണ്ടായിരിക്കുമ്പോൾ, as long as he is holding the thought, ആ ഒരു ചിന്താഗതിയിൽ ആ മനുഷ്യൻ ജീവിക്കുമ്പോൾ, he can do surgery, ആ മനുഷ്യന് സർജറി ശസ്ത്രക്രിയ നടത്താൻ he പറ്റും, can prescribe medicines, മെഡിസിനുകൾ എഴുതാൻ പറ്റും, he can do all the works of a doctor. ഒരു ഡോക്ടറിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമോ അതെല്ലാം ചെയ്യുവാൻ ഈ വ്യക്തി പ്രാപ്തനാണ്. Because his doctorship is not in the paper, ആ വ്യക്തി ഡോക്ടർ അയക്കുന്നത് പേപ്പറിൽ മാത്രമല്ല, not in his tools or equipments, തന്റെ ഉപകരണങ്ങളിലല്ല മനുഷ്യൻ ഡോക്ടർ ആയിരിക്കുന്നത്, it is in his mind. തന്റെ മനസ്സിലാണ് ഡോക്ടർ ആയിരിക്കുന്നത്. ചേർന്ന് ആമേൻ പറയാമോ? The same way, അതുപോലെ where we are success, നമ്മൾ എവിടെയാണ് വിജയികളാകുന്നത്, where we have to be rich, നമ്മൾ എവിടെയാണ് സമ്പന്നരാകേണ്ടത്, where we have to be healthy, നമ്മൾ എവിടെയാണ് ആരോഗ്യമുള്ളവരാകേണ്ടത്, where we have to live the long life, നമ്മൾ എവിടെയാണ് ദീർഘായുസ്സോടെ ജീവിക്കേണ്ടത്, it's all in our inside. അത് സകലതും നമ്മുടെ ഉള്ളിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. If you are rich inside, നിങ്ങൾ അകമേ നിങ്ങൾ സമ്പന്നരാണെങ്കിൽ, when you say, that's what we were confessing last week, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുമിച്ചാണ് ഏറ്റു പറഞ്ഞത്, let the weak say that I am strong, ദുർബലൻ ഞാൻ വീരൻ എന്ന് പറയട്ടെ, and let the poor say I am rich. ദരിദ്രൻ പറയട്ടെ ഞാൻ സമ്പന്നനാണ്. What should the poor say? ദരിദ്രൻ എന്താ പറയേണ്ടത്? Brother, I have a lot of loans, I have a lot of debts, I don't know what to do. ബ്രദറെ, ലോൺ ഇങ്ങനെ കുമിഞ്ഞു കൂടിയിരിക്കുന്നു, കടഭാരമാണ്, എന്താ ചെയ്യേണ്ടതല്ല പറയേണ്ടത്. But you can live a rich life. എന്നാൽ സമ്പന്നമായ ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും. Do you know how? അതെങ്ങനെയാണെന്ന് അറിയാമോ? It is inside. അത് നമ്മുടെ ഉള്ളിലാണ്. Because the Bible says ബൈബിളിൽ നമ്മൾ കാണുന്നത്, that young lions do lack, suffer and hunger, but they that seek the Lord do not have any lack of any good thing. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. Let me tell you where you have to be rich. നിങ്ങൾ എവിടെയാണ് സമ്പന്നരാകേണ്ടത്? A rich mind. ഒരു സമ്പന്നനായ വ്യക്തി. How come you become rich inside? നിങ്ങൾ ഉള്ളിൽ എങ്ങനെയാണ് സമ്പന്നരാകുന്നത്? How come you become healthy inside? നിങ്ങൾ എങ്ങനെ ഉള്ളിൽ ആരോഗ്യമുള്ളവരായി മാറുന്നത്? How come you become effective minister in your day-to-day life? നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ ശക്തനായ ഒരു ശുശ്രൂഷകനായി നിങ്ങൾ എങ്ങനെ മാറാൻ കഴിയും? It's all inside. ഇത് എല്ലാം നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. Say amen. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. Now here we see ഇവിടെ നമ്മൾ കാണുന്നത്, God will do more than we think or imagine or we ask. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലും അപ്പുറമായിട്ടാണ് നമ്മുടെ കർത്താവ് ചെയ്യുന്നത്. But there is a condition. എന്നാൽ അതിന് കർത്താവ് ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ട്. What is the condition? ആ കണ്ടീഷൻ എന്താണ്? According to the power that is working in us. നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ. If you don't have the power inside, നിങ്ങളുടെ ഉള്ളിൽ ഈ ശക്തി ഇല്ലെങ്കിൽ you cannot see any of the manifestation. ഒന്നും ഒരു വിടുതലും കാണാൻ സാധിക്കത്തില്ല. We will live a low level life. നമ്മൾ ഏറ്റവും താണ ജീവിതമായിരിക്കും നയിക്കുന്നത്. Everywhere we'll see, brother, I am lacking that, I am lacking this, I cannot see any breakthrough in life. പലരും ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, ബ്രദർ അതില്ല ഇതില്ല, എൻ്റെ ജീവിതത്തിൽ പലതും എനിക്ക് നഷ്ടമായിരിക്കുന്നു. Why? എന്തുകൊണ്ട്? Because they don't have the power inside of them. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ ആ ശക്തിയില്ല. How we will get the power? ആ ശക്തി എങ്ങനെയാ കിട്ടുന്നത്? It is through the word of God. അത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് കിട്ടുന്നത്. When you confess the word, വചനം നമ്മൾ ഏറ്റു പറയുമ്പോൾ, everybody say together, no? എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പറയാമോ? When we confess the word, നമ്മൾ വചനം ഏറ്റു പറയുമ്പോൾ, when we meditate the word, വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, we are getting power. നമ്മുടെ ഉള്ളിൽ ശക്തി ലഭിക്കുകയാണ്. Did you understood? മനസ്സിലായോ? Every business people should say, എല്ലാ ബിസിനസ് ചെയ്യുന്ന ആളുകളും പറയണം, whatever I do, ഞാൻ എന്തെല്ലാം ചെയ്യുന്നു I will prosper. അത് എല്ലാം സാധിക്കും. Do you believe this? എത്ര പേര് അത് വിശ്വസിക്കുന്നു? Brother, my business is going down. ബ്രദർ, എൻ്റെ ബിസിനസ് തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. My financial situation is going down. എൻ്റെ സാമ്പത്തിക അവസ്ഥകൾ തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. My situation is going down. എൻ്റെ അവസ്ഥകൾ തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. It is outside, brother. അത് പുറമെയാണ് ബ്രദറെ. But can you see inside you are going up?
എന്നാൽ അകമേ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? ഞാൻ ഉയരുകയാണ്. Otherwise, let me put it in this way. അല്ലെങ്കിൽ ഞാൻ ഇപ്രകാരം പറയാം. Do you believe the integrity of the word of God? ദൈവ വചനത്തിന്റെ സത്യസന്ധത എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? Now, do you believe that God cannot lie? ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയത്തില്ല. When you believe and act according to Psalms 1 and verse number 3, സങ്കീർത്തനം 1-ാം അധ്യായം 3-ാം വാക്യം വിശ്വസിച്ച് അതിൻ പ്രകാരം നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ, whatever you do, നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ you will prosper. അതിലെല്ലാം നിങ്ങൾ വിജയിക്കുകയാണ്. So every day, എല്ലാ ദിവസവും you have to say, നിങ്ങൾ പറയണം, I am a prosperous man. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട അഭിവൃദ്ധിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. How come you are prosperous? നീ എങ്ങനെയാണ് അഭിവൃദ്ധിയിലായത്? You are outside, you are broke. നീ പുറമെ നിന്നെ നോക്കിയാൽ നീ തകർന്ന അവസ്ഥയിലാണ്. Your debt is increasing. നിന്റെ കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. That's okay. അതൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ. But inside, എന്റെ ഉള്ളിൽ, എന്റെ അകമേ, when you agree with the word of God, നിങ്ങൾ വചനത്തിൽ ബലപ്പെടുമ്പോൾ, everybody say with me, when I agree with the word of God, നിങ്ങൾ ഇങ്ങനെ പറയണം, ഞാൻ വചനവുമായിട്ട് ഒത്തുചേരുമ്പോൾ. ഒന്ന് ആവേശത്തോടെ പറഞ്ഞോട്ടെ, ഞാൻ വചനവുമായിട്ട് ഒന്ന് ഒത്തുചേരുമ്പോൾ, when I agree with the word of God, ഞാൻ വചനവുമായി ഒത്തുചേരുമ്പോൾ I will get the power inside. എന്റെ ഉള്ളിൽ ഒരു ശക്തി രൂപപ്പെടുകയാണ്. That power will change my outside. ആ ശക്തിയാണ് എന്റെ പുറമേയുള്ള അവസ്ഥയ്ക്ക് ഭേദം വരുത്തുന്നത്. So every day when we get up in the morning, എല്ലാ ദിവസവും രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, you know what you should do? നമ്മൾ എന്താ ചെയ്യേണ്ടത്? You know what you should do? നമ്മൾ എന്താ ചെയ്യേണ്ടത്? You know what you should say? നമ്മൾ എന്താ പറയേണ്ടത്? You have to say, I refuse to be sick. ഞാൻ രോഗിയായിരിക്കാൻ നിരസിക്കുന്നു. I refuse to be poor. ഞാൻ ദരിദ്രനായിരിക്കാൻ നിരസിക്കുന്നു. I refuse to be weak. ഞാൻ ബലഹീനനായിരിക്കാൻ നിരസിക്കുന്നു. Because God is my source of income. ദൈവം എന്റെ ഉറവയായതുകൊണ്ടാണ്. Jesus is my source. യേശു എന്റെ ഉറവയാണ്. How many of you say Jesus is my source? എത്ര പേർ ശബ്ദം ഉയർത്തി പറയും, യേശു എന്റെ ഉറവയാണ്? The Lord is my shepherd. യഹോവ എന്റെ ഇടയനാകുന്നു. The Lord is my shepherd. കർത്താവ് എന്റെ ഇടയനാകുന്നു. Come on, say no, say ഒന്ന് together. പറഞ്ഞാട്ടെ, വാ തുറന്നൊന്ന് പറഞ്ഞാട്ടെ. When you see the lack, നിങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞെരുക്കം കാണുമ്പോൾ, when you see nothing happening, ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ, you will see boldly, the Lord is my shepherd. നിങ്ങൾ അവിടെ ധൈര്യത്തോടെ നിന്ന് പറയണം, യഹോവ എന്റെ ഇടയനാകുന്നു. I shall not want. എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. I shall not want. എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. You know, this world confession, this power, നിങ്ങൾ ധൈര്യത്തോടെ വചനം ഏറ്റു പറയുമ്പോൾ, this power ഈ ശക്തി will do more than you think or you imagine. നിങ്ങൾ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അപ്പുറം ഈ ശക്തി നിങ്ങളുടെ മുൻപിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. Hello. When everybody is going for a picnic, എല്ലാവരും പിക്നിക്കിന് പോകുമ്പോൾ, we are going that country. ആ രാജ്യത്ത് പോകുകയാണ്. You say, brother, I don't have money. ബ്രദറെ, എനിക്ക് പോകാൻ പണമൊന്നുമില്ല. You have money, നിങ്ങൾക്ക് പണമുണ്ട്, but you never strengthened in this richness. എന്നാൽ ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ബലം കിട്ടിയിട്ടില്ല. As long as you are not strengthened in the word, വചനത്തിൽ നിങ്ങൾക്ക് ബലം ലഭിക്കുന്നത് വരെ you cannot operate in the power. ഒരിക്കലും ആ വചനത്തിന്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെടത്തില്ല. That is what Miracle Day is teaching. അതാണ് മിറക്കിൾ ഡേ പഠിപ്പിക്കുന്നത്. You need to get the power through the word of God. വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തി നിങ്ങളുടെ ഉള്ളിൽ ജനിക്കണം. For every area. എല്ലാ മണ്ഡലത്തിലും. Your husband got saved. നിങ്ങളുടെ ഭർത്താവ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു. Your children got saved. നിങ്ങളുടെ മക്കൾ വിടുവിക്കപ്പെട്ട് കഴിഞ്ഞു. Your problem has been answered. നിന്റെ പ്രശ്നത്തിന് പരിഹാരമായി കഴിഞ്ഞു. But how it will manifest? എന്നാൽ ഇത് എങ്ങനെയാ വെളിപ്പെട്ടു വരുന്നത്? According to the power that is working in you and me. നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ മാത്രമേ ഇത് വെളിപ്പെട്ടു വരത്തുള്ളൂ. While I was ministering in Ernakulam, ഞാൻ എറണാകുളത്ത് ശുശ്രൂഷിക്കുമ്പോൾ some of the brothers came and they told me, ചില സഹോദരന്മാർ മുൻപിൽ വന്ന് എന്നോട് പറഞ്ഞത്, brother, your message is revelation. ബ്രദർ പറയുന്ന ഓരോ സന്ദേശവും അത് വെളിപ്പാടുകളാണ്.
And some brothers said, we don't want any emotion, we want some revelation. ചില സഹോദരന്മാർ വന്ന് പറഞ്ഞത് വൈകാരിക മണ്ഡലത്തിൽ പ്രസംഗിക്കുന്നതല്ല ആവശ്യം, ഞങ്ങൾക്ക് വെളിപ്പാടാൻ ആവശ്യം. It is not shaking our body outside. പുറമെ ശരീരം കുലുക്കി കാണിക്കുന്നതല്ല. That is not power. അത് ശക്തിയല്ല. Of course, when the power of God, when it manifests, we will be out of control. ദൈവശക്തി വെളിപ്പെടുമ്പോൾ ശരിയാണ്, ശരീരമൊക്കെ കുലുങ്ങിയേക്കാം. But do you know what is the real power? എന്നാൽ യഥാർത്ഥ ശക്തി എന്താണെന്ന് എത്ര പേർക്കറിയാം? Do you know where is the real richness? എവിടെയാണ് യഥാർത്ഥമായ സമ്പന്നത വസിക്കുന്നത്? Do you know where is the real wealth, health, prosperity? ആരോഗ്യം, സമ്പത്ത്, അഭിവൃദ്ധി യഥാർത്ഥമായിട്ട് എവിടെയാണ്? It is in your spirit. അത് നിങ്ങളുടെ ആത്മാവിലാണ്. Say amen. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. So if suppose a businessman say, ഒരു വ്യവസായം ചെയ്യുന്ന വ്യക്തി പറയുകയാണ്, whatever I do, I will prosper. ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നു. If he continue to say this, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ he's agreeing with the word. ആ വചനവുമായിട്ട് ഒത്തുചേരുകയാണ്. He's seeing, blank check after blank, checks after check, nothing is moving, and he keep on saying lack, limitation. മുൻപിൽ ചെക്കുകളെല്ലാം കുമിഞ്ഞുകൂടുകയാണ്, ഒന്നും ഒരു പണവുമില്ല, ഞെരുക്കം മാത്രമാണ് കാണുന്നത്. But if you say inside, എന്നാൽ ഉള്ളിൽ പറയുകയാണ്, whatever I do, ഞാൻ ചെയ്യുന്നതൊക്കെയും I will prosper. സാധിക്കും. Your check will move. നിങ്ങളുടെ മുൻപിലുള്ള ചെക്ക് മാറിപ്പോയിരിക്കും. Your bill will leave. നിങ്ങളുടെ ബില്ലുകൾ മാറിപ്പോയിരിക്കും. Are you here? എത്ര പേര് ഇവിടെ ഉണ്ട്? Hallelujah. ഹല്ലേലൂയ. So every day, എല്ലാ ദിവസവും this is a fight. ഇതൊരു യുദ്ധമാണ്. Change inside നമ്മുടെ അകമേ നമ്മൾ മാറ്റം ഉണ്ടാക്കുക through the unchanging word of God. മാറാത്ത ദൈവത്തിന്റെ വചനത്താൽ. Hallelujah. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. What you see in 2019? 2019 എന്താ കാണാൻ പോകുന്നത്? What you see? എന്താ കാണാൻ പോകുന്നത്? Are you seeing something great? വലിയ വിടുതൽ കാണുന്നുണ്ടോ? Are you seeing your whole family, entire family lifting their hands and praising God? കുടുംബമായി കൈകൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കുന്നത് എത്ര പേർ കാണുന്നുണ്ട്? Are you seeing a family is prospering in such a way? നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുന്ന ഒരു കുടുംബത്തെ എത്ര പേർ കാണുന്നുണ്ട്? Are you seeing a new vehicle in 2019? 2019 ഒരു പുതിയ വാഹനം എത്ര പേർ കാണുന്നുണ്ട്? Are you seeing you are praying more than you ever prayed before? ഇന്ന് വരെ പ്രാർത്ഥിക്കാത്ത രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? Are you seeing thousands of people are gathering near to you? നിങ്ങളുടെ ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ ആരാധനയ്ക്കായി കൂടുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? Are you seeing miracle testimony? അത്ഭുത സാക്ഷ്യങ്ങൾ കാണുന്നുണ്ടോ? What do you see? നിങ്ങൾ എന്താ കാണുന്നത്? What do you see? നിങ്ങൾ എന്താ കാണുന്നത്? Are you seeing something great in your children's life? നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ കാണുന്നുണ്ടോ? Can you see that is inside? നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ടോ? Can you see that? കാണാൻ പറ്റുന്നുണ്ടോ? Oh brother, I want you to become like that brother. ബ്രദറെ, ആ ബ്രദറെ പോലെ ആകാൻ ആഗ്രഹം. God doesn't want to make you like another brother. മറ്റൊരു ബ്രദറെ പോലെ ആക്കാനല്ല കർത്താവിന്റെ ആഗ്രഹം. God wants to make you greater than that brother. ആ ബ്രദറെ കാട്ടിലും വലിയവനാക്കാനാണ് കർത്താവിന്റെ ആഗ്രഹം. Hey, you are not here. ഇവിടെ ഇല്ലയോ? Are you here? ഇവിടെ ഉണ്ടോ? Oh, you see yourself success. നിങ്ങൾ നിങ്ങളെ തന്നെ വിജയിയായി കാണുക. And you'll become a success. ഞാൻ വിജയിയാണ്. Come on, just put your hands together. കൈകളെ തട്ടി കർത്താവിന് ആരാധന കൊടുത്താട്ടെ. Hallelujah. Hallelujah. Brother, I am taking so many pills every day. ബ്രദറെ, എല്ലാ ദിവസവും ഒരു കൂട്ടം മരുന്നുകൾ ഞാൻ എടുക്കുന്നുണ്ട്. But you see, in the coming days, not taking even one pills. എന്നാൽ വരും ദിവസങ്ങളിൽ ഒരു മരുന്ന് പോലും എടുക്കാതെ സൗഖ്യമാകുന്നത് നിങ്ങളൊന്ന് കണ്ടാട്ടെ. Can you see yourself? എത്ര പേർക്ക് കാണാൻ സാധിക്കും? Walking healthy. Walking healthy. ആരോഗ്യത്തോടെ നടക്കുകയാണ്. Looking good. ഏറ്റവും മനോഹരമായ സൗന്ദര്യത്തോടെ നടക്കുകയാണ്. Walking healthy. ആരോഗ്യത്തോടെ നടക്കുകയാണ്. Tell your friend. അടുത്തിരിക്കുന്ന ആളിനെ കൈകോർത്തോണ്ടെന്ന് പറഞ്ഞാട്ടെ. Walk like a champion. ജയാളിയെ പോലെ നടക്കണം. Every day. എല്ലാ ദിവസവും. Every day. എല്ലാ ദിവസവും.
സഹോദരിയുടെ പേര് വത്സല, അടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വരുന്നു. കഴിഞ്ഞ ദിവസം മിറക്കിളിൻ്റെ ആരാധനയിൽ വന്നു. ആ സമയത്ത് ഈ സഹോദരി പറയുന്നത്, ഈ സഹോദരിക്ക് 1 മാസമായിട്ട് നടുവിന് ഭയങ്കരമായ വേദന ഉണ്ടായിരുന്നു. 1 മാസമായിട്ട് ഈ വേദന ഉണ്ടായ കാരണത്താൽ ഒന്ന് കുനിയാനോ നുവരുവാനോ ജോലി ചെയ്യുവാനോ ഒന്നും കഴിയത്തില്ല. അപ്പോൾ ഈ സഹോദരിക്ക് ഒരു ജോലി ഉണ്ടെന്ന് ആ ജോലിക്ക് പോലും പോകുവാൻ കഴിയാതെ വണ്ണം ഈ വേദന കലശലായി, ഈ വേദന കൂടി നടുവിൽ നിന്നും കൈകളിലേക്കും കാലുകളിലേക്കും വ്യാപിച്ചു. ശരീരമാസകലം വേദനയായി. ഈ സഹോദരി ഡോക്ടറിനെ പോയി കണ്ടിട്ട് അവിടുന്ന് മരുന്നുകൾ കൊടുത്തു. അത് കഴിച്ചു നോക്കി, യാതൊരു കുറവുമില്ല. ഈ കുറവില്ലാത്ത കാരണത്താൽ ഉപജീവനമാർഗമായ ജോലിക്കും പോകാൻ കഴിയാതെ നാളുകളായി വീട്ടിൽ ഭാരത്തോടായിരുന്ന സമയത്താണ് മിറക്കിളിലേക്ക് കടന്നു വന്നത്. മിറക്കിളിലേക്ക് കടന്നു വന്നു. ബ്രദർ പ്രാർത്ഥിച്ചു. സിസ്റ്റർ പറയുന്നത്, പ്രാർത്ഥിച്ച നിമിഷത്തിൽ തന്നെ ആ ശരീരത്തിൽ എന്തോ ഒരു വലിയ സ്വാതന്ത്ര്യം ഈ സഹോദരി അനുഭവിച്ചു. ഈ സഹോദരി ദൈവാത്മാവിനാൽ നിറഞ്ഞു. ആ നിമിഷം തന്നെ 1 മാസമായി ഉണ്ടായിരുന്ന നടുവേദന, തുടർന്നുള്ള ശരീരത്തിൻ്റെ മൊത്തം വേദന ആ നിമിഷം മാറി. ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, കുനിയാൻ പറ്റും, നിവരാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ പറ്റും. കർത്താവ് അത്ഭുതകരമായി സഹോദരിയെ സൗഖ്യമാക്കിയിരിക്കും. ജോലിക്ക് 1 മാസത്തോളം പോകാതിരിക്കും. ഈ രോഗം കൊണ്ട് നിങ്ങളുടെ ശരീരം മുഴുവൻ വേദന, ഒരു മാറ്റമില്ല. ഇപ്പൊ മാറി, പൂർണ്ണമായിട്ട് മാറി രോഗം. സൗഖ്യം മരുന്ന് കഴിച്ചിട്ടുണ്ടായില്ല? ഇല്ല, ഉണ്ടായില്ല. മരുന്ന് കഴിഞ്ഞിട്ട് മാറ്റം ഉണ്ടായില്ല? ഇല്ലായിരുന്നു. ഓക്കെ, കർത്താവ് ഇവിടെ വന്നു സൗഖ്യമാക്കി. സൗഖ്യമായി. ഓ ലോർഡ് ജീസസ്. എവിടെയാ നിങ്ങൾ എവിടുന്നാ വരുന്നത്? അടൂര്. ഓക്കെ, എത്ര പേര് വിശ്വസിക്കുന്നു കർത്താവ് ഒരു അത്ഭുതം ചെയ്തോന്ന്? കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരോട് കർത്താവ് സംസാരിക്കുകയാണ്. നമ്മുടെ രോഗത്തെ സൗഖ്യമാക്കുന്നവൻ നമ്മുടെ നടുവിലുണ്ട്. കൈകളെ കൊണ്ട് നീട്ടിയാട്ടെ. ഹല്ലേലൂയ. സിസ്റ്റർ പേരെന്തായിരുന്നു? വത്സല. പൂർണ്ണ സൗഖ്യത്തോടെ ഇരിക്കുന്നു. ജോലിക്ക് കയറി അല്ലേ? പോകുന്നുണ്ട്. ജോലിക്ക് പോകുന്നുണ്ട്. ഇപ്പൊ പ്രയാസമില്ല? ഇല്ല. ഓ ലോർഡ് ജീസസ്. ആരാ സൗഖ്യമാക്കിയത്? കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ യേശു സൗഖ്യമാക്കി. കരമൊന്ന് ഉയർത്തിയാട്ടെ. യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. യേശു മാറാത്തവൻ. God bless you. യേശു മാറാത്തവൻ. ഇപ്പോൾ തന്നെ നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. നമ്മൾ ഈ നാമത്തെ വിളിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരിക്കലും ലഭിക്കാത്ത മറുപടികളാണ് ലഭിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കഴിയുമെങ്കിൽ യേശുവെ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കായിട്ടും കർത്താവ് അതിശയങ്ങളെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ. ഓ ലോർഡ് ജീസസ്. വളരെ ദൂരം യാത്ര ചെയ്യാനുള്ള ചില പ്രിയപ്പെട്ടവർ, നിങ്ങൾ സിക്കായത് നിമിത്തം യാത്രകൾ ക്യാൻസൽ ചെയ്ത് ഭവനങ്ങളിലും ഹോസ്പിറ്റലുകളുമായിട്ടൊക്കെ ഈ ദിവസങ്ങളിലായിരിക്കുന്നു. ഈ സമയത്ത് അങ്ങനെയുള്ള ആളുകളെ കർത്താവ് വിടുവിക്കുന്ന ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ 3 വ്യക്തികളെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ തൽക്ഷണം സൗഖ്യമാക്കുന്ന ശക്തി അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ മേൽ ഇപ്പോൾ വരുന്നത് ഞാൻ കാണുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ. അനാവശ്യമായി ശരീരത്തിൽ നിന്ന് സ്വെറ്റിംഗ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ സൗഖ്യമാവുന്ന ഞാൻ കാണും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ടങ്, നാവിനെ കർത്താവ് സൗഖ്യമാക്കും. നാവിലുള്ള രോഗങ്ങൾ സൗഖ്യമാകുന്ന കാണും. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. ഈ സമയത്ത് തോളലിൻ്റെ പ്രയാസമുള്ള ഒരാൾ അതിശയകരമായി ഈ സമയത്ത് സൗഖ്യമാകുന്നു. തോളലിനോട് ബന്ധപ്പെട്ട മറ്റ് ഭാരം അനുഭവിക്കുന്ന ആളുകൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഹൈ ബ്ലഡ് പ്രഷറായിട്ട് ഭയങ്കരമായി തലവേദന നിമിത്തം പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ ഈ സമയത്ത് സൗഖ്യമാകുന്നു. ഇൻ ജീസസ് നെയിം സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. ഒരു കസേരയിൽ ഇരിക്കുവാൻ കഴിയാതെ ഹിപ്പിന് പ്രോബ്ലമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ സൗഖ്യമാകുന്നത് ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഹീൽഡ് ആവട്ടെ. താങ്ക് യു ജീസസ്. മറ്റു രോഗത്തോടെ ഹോസ്പിറ്റലുകളിലും കിടക്കുകളിലും കിടന്നുകൊണ്ട് ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അതിശയകരമായ സൗഖ്യങ്ങൾ ഇപ്പോൾ ഉണ്ടാകട്ടെ. ആമേൻ. പണമിടപാടിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, ശരിയായി പ്രോപ്പറായിട്ടുള്ള ക്യാഷ് ഫ്ലോ ഇല്ലാത്തത് കൊണ്ട് പലതും പൂട്ടിയിട്ടിരിക്കുന്ന അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, ഓഫീസുകൾ, അങ്ങനെയുള്ള ഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു. 7 ഓഫീസുകളും പൂട്ടിപ്പോയിരിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി യേശു അത്ഭുതം ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ ഇപ്പോൾ എഫദ തുറന്നു വരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അതിശയകരമായ വഴികൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്.
മറ്റാവശ്യത്തോട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അതിശയങ്ങൾ എല്ലായിടത്തും സംഭവിക്കട്ടെ. വചനം എവിടെയൊക്കെ കേട്ടുകൊണ്ട് എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവരുണ്ടോ, ഇപ്പോൾ യേശുവിൻ്റെ അതിശയ നാമത്തിൻ്റെ ശക്തി ആ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ വെളിപ്പെട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നതിനായി നാം താങ്ക് യു ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് വേണ്ടി കർത്താവ് അതിശയങ്ങളെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പ്രാർത്ഥന ആഗ്രഹിക്കുന്നവർ പ്രെയർ ലൈനുകളിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കാം. നിങ്ങളുടെ മെസ്സേജുകൾ, വാട്സപ്പ് മെസ്സേജുകൾ, അതുപോലെ മറ്റ് സന്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഇമെയിലിൽ കൂടി ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലെറ്റേഴ്സിനെ ഞങ്ങൾക്ക് അയക്കാവുന്നതാണ്. തുടർന്ന് അടുത്ത എപ്പിസോഡിൽ ഒരുമിച്ച് കാണുന്നത് വരെയും എല്ലാവരെയും അവിടെയായിട്ട് കർത്താവ് സൂക്ഷിക്കട്ടെ. നെക്സ്റ്റ് ടൈം നമ്മൾ ഒരുമിച്ച് കാണുന്നവരെ എല്ലാവരും അവിടെയായിട്ട് സൂക്ഷിക്കട്ടെ. ആമേൻ. For more details, Miracle Day, PB number 124, Pathanamthitta 689645. Our email ID kmtitusministries@gmail.com, miracledaytv@gmail.com.